പ്രിയപ്പെട്ട മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികളെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ തസ്തികകൾ ജൂലൈ മാസത്തിൽ പരീക്ഷ നടക്കും എന്നുള്ളതാണ് PSC ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്ന ഒരുപിടി അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകൾ ഉണ്ടായിരുന്നു, ഓവർസിയർ തസ്തികകൾ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ പരീക്ഷ ജൂലൈ മാസത്തിൽ നടക്കും എന്നുള്ളതാണ് PSC അറിയിച്ചിട്ടുള്ളത്. ഏതൊക്കെ പരീക്ഷകളാണ്? അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിന്റെ കേരള പോർട്ട് സർവീസിലേക്കുള്ള, അതായത് കേരള പോർട്ട് സർവീസ് അവരുടെ തന്നെ ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ് എന്ന് പറയുന്ന ഒരു വിങ്ങിലേക്കാണ് ഈ നിയമനം വരുന്നത്. 539/2025 എന്നുള്ള നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ ആണ്. ജൂലൈ 15-നാണ് ഇതിന്റെ പരീക്ഷ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആണെങ്കിലും ഇത് വ്യത്യസ്തമായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു മെക്കാനിക്കൽ പരീക്ഷ വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ സിലബസ് വ്യത്യസ്തമായിരിക്കാം, അതുകൊണ്ടാണ് പല തീയതികളിൽ വന്നിട്ടുള്ളത്. അപ്പൊ സിലബസ് ഫൈനലായിട്ട് നമുക്ക് ഈ പറഞ്ഞ PSCയുടെ എക്സാം കലണ്ടർ വന്നെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് ഇന്നോ നാളെയായിട്ടോ വരും. അപ്പൊ ആ സമയത്ത് സിലബസ് നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് മെക്കാനിക്കൽ BTech ഉള്ള മെക്കാനിക്കലുകാർക്കും അതുപോലെ തന്നെ ഡിപ്ലോമ പ്ലസ് 5 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പരീക്ഷയായിരുന്നു ഈ പോർട്ട് സർവീസിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എന്നുള്ളത്. അപ്പോൾ അത് ജൂലൈ 15-നാണ് പരീക്ഷ നടക്കുന്നത്. പിന്നീട് 2 പരീക്ഷകൾ കമ്പൈൻഡ് ആയിട്ട് ജൂലൈ 22-ന് നടക്കുന്നുണ്ട്. അതേതൊക്കെയാണ്? അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള AE പോസ്റ്റിലേക്കും അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 ഈ 2 പോസ്റ്റുകൾക്ക് 2 BTech ലെവൽ തന്നെയാണ്. BTechകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു. 697/2025 541/2025 ജൂലൈ 22-നാണ് ഈ 2 പരീക്ഷകൾ നടക്കുന്നത്. കോമൺ എക്സാം ആണ്. വ്യത്യസ്തമായ റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാവും. ഒരേ സിലബസ് പഠിച്ചാൽ മതി. ഇത് നമ്മുടെ യൂഷ്വലി ഉള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിന്റെ സ്ഥിരമായിട്ടുള്ള സിലബസ് തന്നെയാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ഇതിന് പക്ഷേ ഈ പറഞ്ഞ പോർട്ട് സർവീസിലേക്ക് വ്യത്യസ്തമായ സിലബസ് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്തവര് ഇതിന് കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ എല്ലാം കോച്ചിങ് I+ൽ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഓവർസിയർ ലെവൽ പരീക്ഷകളും ജൂലൈ മാസത്തിൽ മെക്കാനിക്കലുകാരെ സംബന്ധിച്ച് ഓവർസിയർ തല പരീക്ഷകൾ ജൂലൈ മാസത്തിൽ നടക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് KAA ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, അതായത് കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 പരീക്ഷ. ഇത് മെക്കാനിക്കലുകാർക്ക് സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു. 548/2025 ജൂലൈ 28-നാണ് ആ പരീക്ഷ. ഒരുപാട് വേക്കൻസികൾ വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് KAA ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്നുള്ളത്. പിന്നീട് ഗ്രേഡ് 2, ഗ്രേഡ് 3 പരീക്ഷകളും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ, ഹാർബർ എഞ്ചിനീയറിംഗിലേക്കുള്ള ഗ്രേഡ് 2 അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഗ്രേഡ് 3 2 തരം ഓവർസിയറുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 കോമൺ പരീക്ഷയായിട്ട് ജൂലൈ 30-നാണ് നടക്കുന്നത്. അപ്പോൾ ഒരു സിലബസ് തന്നെയാണ് ഇതിനുണ്ടാവുക. സിലബസ് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഏറ്റവും നന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ട ഒരു സമയമാണ്. ഇനി പഠിച്ചാലും വളരെ ചിട്ടയോടുകൂടി പഠിച്ചാൽ നല്ല റാങ്ക് നേടി നിങ്ങൾക്കൊരു സർക്കാർ ജോലി ഈ വർഷം തന്നെ സ്വന്തമാക്കാൻ സാധിക്കും. കാരണം ജൂലൈ മാസത്തിൽ ഒരുപാട് പരീക്ഷകളുണ്ട്. കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. മറ്റുള്ള സംഗതികളൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.